ഹായ് എവരിബഡി. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ അഖിൽമാരാർ പ്രസവത്തിൻ്റെ കൂടിയാണ്. എന്താണെന്നറിയോ? അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി അയാളെ ഭാര്യേൻ്റെതോ അമ്മേൻ്റെതോ ആയിരിക്കും അയാളെ അനുഭവം. നാട്ടിലെ പെണ്ണുങ്ങളെ പ്രസവം എടുക്കലല്ലോ അഖിൽമാരാർ പണി. പിന്നെ അഖിൽമാരാർ പ്രസവിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന സ്ത്രീകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളെ വീട്ടിൽ എത്ര ആണുങ്ങൾ പ്രസവിച്ചിട്ടുണ്ട്? പിന്നെ എന്നോടൊരു ലേഡി പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾ പലതും പറയുന്ന എനിക്ക് കേട്ട അനുഭവമുണ്ട്. അതും വളരെ പ്രായമാവാത്തൊരു പെണ്ണ് എന്നോട്, നമ്മളൊന്നും സാധാരണ ടോയ്ലറ്റ് പോകുന്ന അതുപോലെയാണ് ഞാൻ പോയി പ്രസവിച്ചു. അതേപോലെ ഒരു ലേഡി എന്നോട് പറഞ്ഞ്, എന്തോ ഞാൻ ഉറക്കത്തിലോ മറ്റോ പ്രസവിച്ചതെന്ന്. അതിൽ ഒരാൾക്ക് ഒന്നേ ഉള്ളൂ, ഒരാൾക്ക് 2 കുട്ടികളുണ്ട്. അത് അവരെ എക്സ്പീരിയൻസ്. ഞാനല്ല അനുഭവിച്ചത്, അവിടെ എവിടെയെങ്കിലും കിണറോ മറ്റുണ്ടെങ്കിൽ എടുത്തത് ഉള്ളിലേക്കാണെന്ന്. അത്രയും റിസ്ക് അനുഭവിച്ചു. അപ്പോൾ അവരവരെ അനുഭവം അവരവർ പറയുന്നു. അയാളെ ഫാമിലി പറയുന്നുണ്ടാവും, എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല, ഞാൻ പ്രസവിച്ചോളാം, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ പ്രസവിച്ചോളാം. ഓരോരാൾ ഇഷ്ടമല്ലേ. 4-മതും 5-മതും സിസേറിയൻ ചെയ്യുന്നുണ്ടല്ലോ. ഡോക്ടർമാർ പറയുന്നുണ്ട് നിങ്ങൾ സിസേറിയൻ ഇനി ചെയ്യല്ലേ, പറ്റൂലെന്ന്. അതൊക്കെ ഓരോരാളെ മനസ്സിൻ്റെ ധൈര്യവും സാഹചര്യവും പോലെയാണ്. അതിൻ്റെ അർത്ഥം പ്രസവം എൻജോയ് ചെയ്യുന്ന ആളും ഉണ്ടാവും. എത്ര 8ഉം 10ഉം മക്കളില്ലവരില്ലേ? ഇന്നത്തെ കാലത്ത് അരി കുത്തുന്നതിന് പകരം നോക്കാനൊന്നും ഒരാളും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ചോറ് വെക്കുന്നുണ്ട്. താങ്ങാൻ ആളില്ലവർക്കല്ലേ കുറച്ചും കൂടി ക്ഷീണം അധികമാവുക. പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓരോ റൂറൽ ഏരിയയിലെല്ലാം നമ്മൾ എന്തെല്ലാം കേൾക്കുന്നു. ആ വ്യക്തിനെ നിങ്ങൾക്ക് ഇതുപോലെ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഇപ്പം നമ്മളെ ട്രൈബൽ ഏരിയാസ് എല്ലാം വാഹനത്തിൽ പെടാനെല്ലാം കുറച്ച് പ്രയാസമുള്ള സ്ഥലത്ത് ജീപ്പിൽ പ്രസവിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പൊങ്കാലിടാനൊന്നുമില്ല. അവർക്ക് അവരെ കുടിലിൽ പ്രസവിക്കുന്നുണ്ട്, പൊങ്കാലിടാനില്ലേ? ശരിക്കും ഇന്നത്തെ ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസം ചെക്ക് ചെയ്യുക. നമുക്ക് ഈ വളർച്ച, അതുപോലെ നമുക്ക് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ആരും ജീപ്പിൽ പ്രസവിക്കണമെന്നോ കുടിലിൽ പ്രസവിക്കണോ ഒന്നുമല്ല. ഇപ്പോഴും ഈ വനങ്ങളിലെല്ലാം ഈ വനവിഭവമെല്ലാം ശേഖരിച്ച് വന്ന് നല്ലോണം എഫേർട്ട് എടുത്ത് ജോലി ചെയ്ത് നല്ല ഇതായിട്ട് വന്നിട്ട് അവരവരെ വീട്ടിൽ പ്രസവിച്ചിട്ട് പുറം ലോകം അറിയാത്ത കേസുണ്ട്. ശരിക്കും ഇപ്പം അങ്ങനെ പാടില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു. ഇപ്പം നമുക്ക് അംഗനവാടി വഴിയൊക്കെ ഒരുപാട് പ്രോട്ടീൻസ്, ഇപ്പോൾ ഗർഭിണികളെ മിനിയാന്ന് വരെ ഒരു ആശാ വർക്കർ വന്നിട്ട് ഈ ഭാഗത്തുള്ളൊരു പ്രഗ്നൻ്റ് ആയ ലേഡീനെ അന്വേഷിച്ചു പോയി. നമ്മൾ അത്രയ്ക്ക് പുരോഗമിച്ചു. നമ്മളിപ്പോൾ അരി കുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് തീരെ പറ്റാത്ത കേസിൽ സിസേറിയൻ ചെയ്യും. പെയിൻ വരാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. എല്ലാ ഫെസിലിറ്റിയോടും ഉള്ള ഹോസ്പിറ്റലുണ്ട്. പിന്നെ പ്രസവമായാലും എന്ത് രോഗമായാലും പ്രൈവറ്റ് ആസ്പത്രി നല്ലോണം ചൂഷണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക്, എൻ്റെ മോനെ പ്രസവിച്ച സമയത്ത് എന്നോട് ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് അന്ന് പറഞ്ഞത്, നിങ്ങൾ രാവിലെ ഈ ജനലിൻ്റെ അടുത്ത്, ഈ നമ്മൾ സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്ന റൂമിൽ ആ ജനലിൻ്റെ അടുത്തൊന്ന് കുഞ്ഞിനെ ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ പറ്റുന്ന പോലെ ഒന്ന് കാണിക്കോ, അവിടെ കിടത്തോ വേണം. വൈകുന്നേരം തീർന്നു. നമ്മൾ 13 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം അവരൊരു പ്രത്യേക ഈ നമ്മളെ കോഴിമുട്ട വിരിയാനുള്ള പോലെ ഒരു കൂടൊക്കെ സംവിധാനം ചെയ്ത്, ഇതൊക്കെ ബിസിനസ്സാണ്.
അതിൻ്റെ ഉള്ളിലാക്കും. എന്നിട്ട് നമ്മളോട് പറയും യെല്ലോ ഉണ്ട്, യെല്ലോ ഉണ്ട്, യെല്ലോ കളറാണ്, യെല്ലോ കളറാണ്. യെല്ലോ കളറാണെങ്കിൽ യെല്ലോ കളർ ഇല്ലാണ്ടാക്കണം. അതിൽ നമ്മൾ എതിരല്ല. ചിലപ്പോൾ യെല്ലോ കളറുണ്ടോ റെഡ് കളറുണ്ടോ എന്താ പ്രശ്നം എന്നൊന്നും പാരൻസിന് അറിയില്ല. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ റെയർ അങ്ങനെ ഒരു 50% നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാഫിയനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ആസ്പത്രിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം അവിടെ കിടത്തൂല. അവരിങ്ങനെ ഇങ്ങനത്തെ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലൊന്നും കുഞ്ഞിനെ വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. എൻ്റെ അമ്മേൻ്റെ അനിയത്തിയൊക്കെ പയ്യന്നൂർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രസവിച്ച സമയത്ത് അവിടെയൊന്നും ബെഡില്ല. ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് അവർ വൈകുന്നേരം തന്നെ പറയും പോയിക്കോന്ന്. അതിൻ്റെ അർത്ഥം വൈകുന്നേരം ഇവിടെ വന്നിട്ട് നെല്ല് കുത്തി എന്നല്ല. ഒരാൾ നോക്കാനില്ലാത്തവർ വൈകുന്നേരം ചോറ് വെച്ച് മറ്റേ മക്കൾക്കും കൊടുത്ത് അവരും കഴിക്കുന്നുണ്ട്. താങ്ങാനില്ലവർക്ക് തളർച്ച കൂടും. അഖിൽമാരാർ പറഞ്ഞാൽ ഒരു കുറ്റം എനിക്ക് കാണുന്നില്ല. പ്രയാസപ്പെട്ട് പ്രസവിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടാതെ പ്രസവിക്കുന്നവരുണ്ട്, ഭയങ്കരമായിട്ട് സുഖിച്ച് 10 മാസവും AC-യിൽ കിടന്നിട്ടുള്ള ഗർഭിണികളുണ്ട്, സാധാരണ വീട്ടുജോലി ചെയ്യുന്നതും ബാക്കി എല്ലാം ചെയ്യുന്ന പോലെ പോകുന്നവരുണ്ട്, പ്രസവിച്ച് കുട്ടീനെ മടിയിലിരുത്തി ജോലി ചെയ്യുന്നവരുണ്ട്, നോക്കാൻ വീട്ടിലായില്ലവരുണ്ട്, എന്തെല്ലാം ഉണ്ട്. ഈ ഒരാളെ പീഡിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം വരുമ്പം അതിൻ്റെ മേലെ പുറത്തേക്ക് ഇറങ്ങുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്നവർ പറഞ്ഞു കേട്ട അനുഭവം വെച്ചിട്ടല്ലേ അവർ വാദിക്കാൻ പോകുന്നു. അല്ലേ? അപ്പോൾ ഒരാൾ തൊഴിൽ സ്ഥലത്ത് ഞാൻ എൻ്റെ തൊഴിൽ സ്ഥലത്ത് എന്നെ ശല്യം ചെയ്തു എന്ന് ഞാൻ ഒരാളോട് പറയുമ്പം ഞാൻ പറഞ്ഞു കേട്ട അറിവ് വെച്ചിട്ടാണ് ഓപ്പോസിറ്റുള്ള കക്ഷിക്കെതിരെ കുറേ ആൾ സൈബറിൽ ചെളി വാരി എറിയുന്നത്. സ്വന്തം അനുഭവത്തിൽ വന്നിട്ടാണോ? സ്വന്തം അനുഭവത്തിൽ വരുമ്പം നമ്മൾ പ്രതികരിക്കണം. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കണ്ടിട്ടല്ലേ. അതേപോലെ തന്നെയല്ലേ ബാക്കി എല്ലാ കാര്യവും. പ്രസവിച്ചാലേ പ്രസവത്തിനെ കുറിച്ച് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം കാര്യം ലോകത്ത് നടക്കുന്നു അതെല്ലാം അനുഭവിച്ചവരാണ് പറയുന്നത്. നമുക്കതിൻ്റെ ആ ഡെപ്ത് അറിയുമ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞതിൽ യാതൊരു ഡെപ്തും ഇല്ല. അയാളൊരു കോമൺ ടോക്ക്, ഒരു കോമൺ ഇഷ്യൂ സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മിസ്യൂസ് ചെയ്യലുണ്ട്. ഈ അഖിൽമാരാറുടെ ഭാര്യ 2 പ്രസവിച്ചിട്ടുണ്ട്. അവർക്ക് വീണ്ടും 2 പ്രസവിക്കണം തോന്നി അവരത് പ്രസവിക്കുമായിരിക്കും. ഞാൻ 2 സിസേറിയൻ ചെയ്ത ലേഡിയാണ്. ഞാനൊരിക്കലും ഇനി പ്രസവിക്കൂല. അതെൻ്റെ ഇഷ്ടം. ആദ്യത്തെ സിസേറിയൻ ഭയങ്കര ഇഷ്ടമായിട്ടായിരിക്കും രണ്ടാമത് ചെയ്തത്. ഒക്കെ ഒരു സാഹചര്യത്തിൽ വന്നതാണ്. അതേപോലെ ഇപ്പോൾ ഒരു പ്രാവശ്യം പ്രസവിച്ചു. ഒരാളെന്നോട് പറയുന്നത് പ്രസവത്തിനെക്കാട്ടി എനിക്ക് തോന്നിയത് കുഞ്ഞിനെ നോക്കലാന്നാണ്. വേറൊരു വേർഷൻ. ആ ലേഡി കുഞ്ഞിനെ നോക്കാൻ പറ്റൂല പറഞ്ഞു, അവൾ കുഞ്ഞിനെ നോക്കാൻ പറ്റൂല പറഞ്ഞു, അവൾ പിന്നെന്തിനുണ്ടാക്കി അവരെ നേരെ അങ്ങ് പൊങ്കാല. എന്താവശ്യത്തിന്? എനിക്ക് വേറെ വിഷയമൊന്നുമില്ല ഈ നാട്ടിൽ. എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. എത്ര കുട്ടികൾ എവിടെയൊക്കെ തെരുവിലുണ്ട്, എത്ര അനാഥത്വങ്ങളുണ്ട്, എത്ര അനാഥമായ യുവത്വങ്ങളുണ്ട്, എത്ര വിദ്യാഭ്യാസം കിട്ടാത്തവരുണ്ട്, എത്ര പാമ്പ് കടിക്കുന്നവരുണ്ട്, സുരക്ഷിതമായിട്ട് അടച്ചു കിടക്കാൻ പറ്റാത്തതുകൊണ്ട്. അവർക്കെല്ലാം വേണ്ടി വാദിച്ചൂടെ? അഖിൽമാരാർ പറഞ്ഞു എന്ന് പറയുമ്പോൾ വാദിച്ചത് നിങ്ങൾക്ക് കുറച്ച് റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അഖിൽമാരാർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ ജീവിതാനുഭവം എൻ്റെ അനുഭവമല്ലേ. നിങ്ങൾ അങ്ങനെയില്ല, എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വിടൂല. എനിക്കുണ്ടായ അനുഭവം തന്നെ ഞാൻ പറയുന്നത്. അയാളെ ഭാര്യയ്ക്ക് ഈസി ആയിരിക്കും. ഓരോരാളെ ശരീരപ്രകൃതമല്ലേ. ഈ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മമ്മ ഒരുപാട് പ്രസവിച്ചിന്, പക്ഷെ അതിൽ കുറേ കുഞ്ഞുങ്ങളൊന്നും ഇല്ല. ഇപ്പം അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ നമ്മളെ ഈ ആരോഗ്യ മേഖലയിലും ഈ ശിശു മരണവും അമ്മേൻ്റെ മരണവും എല്ലാം ഇല്ലാതാക്കാനും ഇപ്പം നമ്മൾ ശൈലജ ടീച്ചർ മിനിസ്റ്ററായപ്പം കൂട്ടി വീട്ടിൽ കൊണ്ടാക്കുന്ന സംവിധാനം വരെ വന്നില്ലേ. മുന്നേ അതുണ്ടായിരുന്നു? ഇല്ല.
എന്ന് വെച്ചില്ലാത്തവർ കുലുങ്ങുന്ന ഓട്ടോയിൽ പോകുന്നു. അത് ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെ ഒരു ഫെസിലിറ്റി വന്നാൽ അത് ഉപയോഗപ്പെടുത്തണം. ഫെസിലിറ്റീസ് ഇല്ലാത്ത കാലത്ത് അഖിൽമാരാർ പറഞ്ഞ പോലെ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ടാവും. പ്രസവിച്ച ലേഡിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർ നെല്ല് കുത്തിയിട്ടുണ്ടാവും. അത് സന്തോഷത്തോടെ കുത്തിയതും ഉണ്ടാവും, സന്തോഷമല്ലാതെ സാഹചര്യത്തിൽ കുത്തിയെടുത്തതും ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയാം, ഈ പൊങ്കാലയിടുന്ന മെയിൻ കഥാപാത്രങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രസവിച്ച് കഴിഞ്ഞിട്ടല്ല നെല്ല് കുത്തുന്നത്. അങ്ങനെയല്ല. അതായത് നെല്ല് കുത്തിയതിൻ്റെ ഇടയിൽ പ്രസവ വേദന വന്നു, പശുവിനെ തീറ്റിക്കാൻ പോയതിൻ്റെ ഇടയിൽ പ്രസവ വേദന വന്നു, തൊഴിലെടുത്ത് പ്രസവ വേദന വന്നു. ഇന്നും മാക്സിമം നമ്മൾ പ്രഗ്നൻസി കാലയളവിൽ ജോലിക്ക് പോകും. അവിടുന്ന് നമുക്ക് പ്രസവ വേദന തോന്നിയാൽ ഈ അഖിൽമാരാറെ വിമർശിച്ചിട്ട്, അഖിൽമാരാർ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ലേഡി പറയുന്നുണ്ടല്ലോ, അവരെ ലൈഫിൽ അവർ തൊഴിൽ സ്ഥലത്തു നിന്ന് അവർക്ക് ഈ പിന്നെ ഡെലിവറിൻ്റെ ലക്ഷണം വന്നു, അവർ പോയി പ്രസവിച്ചു എന്ന് അവരെന്നെ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പം അതെന്താ? അത് ഈസി ആയതുകൊണ്ടാണോ അല്ല പിന്നെ റഫ് ആയതുകൊണ്ടാണോ ടഫ് ആയതുകൊണ്ടാണോ? ഈ സർക്കാർ ജീവനക്കാർ മാക്സിമം ഈ പ്രഗ്നൻസി കാലയളവിൽ പോവും. എന്നിട്ട് ആ ലീവും കൂടി നമ്മൾ പിന്നെ എടുക്കും. എന്തിന്? ഫീഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓഫീസിലെല്ലാവർക്കും വണ്ടിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ 108ലേക്ക് വിളിക്കും. നമുക്ക് ഹോസ്പിറ്റലുകൾ അടുത്തടുത്തുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ പ്രസവം കുറച്ചും കൂടി പിന്നെ നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ മാക്സിമം ജോലി ചെയ്യും എന്ന് വെച്ചിട്ട് അവർ പിറ്റേന്ന് തന്നെ പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചിട്ട് എനിക്ക് പ്രസവ വേദന വന്നു, ഞാൻ പോയ ഉടനെ പ്രസവിച്ചു, എനിക്കത് വളരെ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈസി ഒന്നും ആയിരിക്കണം എന്നില്ല. അത് അവരെടുത്ത തീരുമാനം. അത് ഏത്? എനിക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി എനിക്ക് കുറച്ചും കൂടി ടൈം ലോങ് ലീവ് എടുക്കാൻ വേണ്ടി ഒരു റിസ്ക് എടുത്തു. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അവർക്ക് വേഗം പോയ ഉടനെ സ്വിച്ച് ഇട്ട് അവർ കുട്ടീനെ വാങ്ങിയെന്നല്ല. ഇനി അവർ പറയുന്നുണ്ടെങ്കിലും അവരത് ഈസി ആയിട്ട് എടുത്തു. ഓരോരാൾ ഓരോ കാര്യം നമ്മളെങ്ങനെ എടുക്കുന്നില്ല പോലെയാണ്. അഖിൽമാരാർ പറഞ്ഞത് അത് എടുക്കുന്ന പോലെയാണ്. അയാൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അയാൾ നിങ്ങളാരും പ്രസവിച്ചതെല്ലാം ഈസിയാണ്, എൻജോയ് ചെയ്തിട്ടാണ്, ആസ്വദിച്ചിട്ടാണ് ലോകത്തെല്ലാ സ്ത്രീകളും ഒരു കണക്കിന് നമ്മൾ അത്രയും റിസ്ക് എടുക്കുന്നത് പിന്നീടുള്ളൊരു ഹാപ്പി മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്, അല്ലേ? വളരെ റെയർ കേസായിട്ട് നമുക്കൊരു സാഡ് മൂഡിലുള്ള കേസ് ഉണ്ടാവും. ഏത്? നമുക്കെന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടും അമ്മക്ക് സംഭവിച്ചിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു വളരെ എൻജോയ്മെൻറ്റിലൊരു മൊമെൻറ്റിലേക്ക് തന്നെ വെയിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കതല്ല എന്ന് പറയാൻ പറ്റുമോ? എന്താ അങ്ങനെ എടുത്താൽ? നമുക്ക് എന്തും കുറച്ച് റിസ്ക് എടുത്താൽ തന്നെ കിട്ടുന്നു. നല്ലോണം പഠിച്ച് PSC എഴുതി എത്രയോ ലക്ഷങ്ങളോട് പൊരുതിയിട്ട് ജോലി വാങ്ങുന്നു. അങ്ങനെ എല്ലാം അങ്ങനെ തന്നെ. ഒരു ഫീൽഡിൽ നമ്മൾ വന്ന് നിന്ന് എന്തിലായാലും നമ്മളെ കഴിവാണ് തെളിയിക്കുന്നത്. അതേപോലെ നമ്മളൊരു സഹനം, ഒരു നമുക്ക് തന്ന ജന്മന ഒരു സ്ത്രീക്ക് തന്ന കഴിവ് എൻജോയ് ചെയ്തും കൊണ്ട് ഡോക്ടർമാരെന്നെ പറയുന്നത് എന്നാണ്, നിങ്ങൾ 10 മാസവും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ ഞാൻ 91 ഞാൻ പ്രസവ റൂമിൽ പോയപ്പോൾ ആദ്യം കാണുന്നത് ഒരു അബോർഷനായ കുട്ടീനെ ബേസിൽ വെച്ചതാണ്. ഷേപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നേഴ്സിനോട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് അബോർഷനായതാണ്. അപ്പം എനിക്കെന്തോ ഒരു വല്ലാതെയായി മുഖം. ഉടനെ അവരെ എടുത്ത് മാറ്റി. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പിന്നെ വേറൊരു ലേഡി പ്രസവിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അച്ഛാന്ന് വിളിച്ച് കരയുന്നുണ്ട്. എല്ലാം കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നു. അപ്പോൾ അവരെ പേര് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ, കൊലുസ് പുതിയതാണോ? ആരാ വാങ്ങിത്തന്നത്? പിന്നെ സന്തോഷമായിട്ടിരിക്കുക, കരയല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുക.
അപ്പം നിങ്ങൾ ചോദിക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്ന്. ആ ഒരു പ്രോസസ്സ് നമ്മൾ ഹാപ്പി ആയിട്ട് കൈകാര്യം ചെയ്യണം. ഹാപ്പി ആവാൻ പറ്റൂല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ ഇതുപോലെ നേഴ്സുമാർ പറയുന്നുണ്ടല്ലോ, ആരാ വരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, കരയില്ലേ? ഡോക്ടർമാർ പറയും ഭാവേനെ കാണണ്ടേ, ഹാപ്പി ആയിട്ടിരിക്ക്. ആരെപ്പോലെയുള്ള ഭാവിയാണ് വേണ്ടത്? ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ ഒക്കെ ചോദിക്കും. എൻ്റെ സിസേറിയൻ കഴിഞ്ഞ സമയത്ത് ഇത് അനസ്തേഷ്യ തന്നാലും ഞാൻ അതിലേക്ക് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഉടനെ എനിക്ക് ആ ഡോക്ടറെ വരെ മറക്കൂല. അവർ കർണാടകയിലുള്ളൊരു ലേഡി ട്രെയിനി ആയിട്ട് വന്നതാണ്, അനുരാധാകിനി. അപ്പം ഈ അനുരാധ മേഡം എന്നോട് പിന്നെ ചെവിയിൽ ശ്രീലത മോളാണേ എന്ന് പറയുന്നു. പക്ഷെ ഞാൻ കാണുന്നൊന്നുമില്ല, ഓപ്പറേഷൻ ആയതുകൊണ്ട്. പിന്നെ അപ്പം ഭയങ്കര നമുക്കത്രയും അയ്യോ എനിക്ക് കുട്ടിയാ, അയ്യോ മോളാ, എൻ്റെ തെന്നും മൊത്തം നമ്മൾ വേറൊരു ലോകത്ത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുവരെയുള്ള റിസ്ക് എല്ലാം മറന്നു, ഹാപ്പി. അങ്ങനെ എടുത്തുകൂടെയെന്നേ എനിക്കൊരു ചോദ്യമുള്ളൂ. പണ്ട് നെല്ല് കുത്തുന്നതിന് പകരം ഓരെ ഹെൽപ്പ് ചെയ്യാനില്ല. അതിപ്പോൾ പ്രേമിച്ച് ഒളിച്ചോടി, ചിലപ്പോൾ അവരെ ഫസ്റ്റ് ഡെലിവറിയിലൊന്നും വീട്ടുകാർ സഹകരിക്കണമെന്നില്ല. അപ്പോൾ അവർ ഭർത്താവ് നോക്കും. ചിലപ്പം അവരെക്കുറിച്ച് ബോധേടാവാതെ പലതും ചെയ്യും, അല്ലേ, ജോലിയൊക്കെ ചെയ്യും. ഇന്ന് നെല്ല് കുത്താനില്ല, പകരം പലതും നമ്മൾ കുത്തുന്നുണ്ട്. ഞാനൊന്നും അങ്ങനെ കിടന്ന ആളെയല്ല. സിസേറിയൻ കഴിഞ്ഞിട്ട് ഞാനൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് വാങ്ങാൻ വേണ്ടിയിട്ട്, ഇത് സിറപ്പ് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പ് പോയപ്പോൾ അവിടെയുള്ളൊരു ചേച്ചി, എന്താണെന്നല്ലേ 90 ദിവസം കിടക്കണ്ടേ, അപ്പം എനിക്കിവിടെ കിടന്നാൽ മരുന്ന് വാങ്ങാൻ ആളില്ല. ഞാൻ മരുന്ന് വാങ്ങാൻ പോയി. അതൊരു തരം നെല്ലൂത്തലാന്ന്. അത്രയും ഇവിടെയും പറഞ്ഞിട്ടില്ലോ. അഖിൽമാരാർക്ക് പ്രസവിച്ചാലേ അഖിൽമാരാർക്ക് സംസാരിച്ചുവിടൂ. അല്ലെങ്കിൽ വേറൊരാൾ പിന്നെ ഇപ്പം എനിക്ക് റേപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കണം. അപ്പോൾ ഞാൻ റേപ്പ് ചെയ്ത ആൾ തന്നെ ആവണമെന്നുണ്ടോ എനിക്ക് റേപ്പിനെ കുറിച്ച് സംസാരിക്കാൻ? അപ്പം പിന്നെ ഞാൻ പ്രസവിച്ച സ്ത്രീയല്ല. എനിക്കൊരു കുട്ടീൻ്റെ കാര്യം പറയാൻ പ്രസവിച്ചാലേ എനിക്ക് കുട്ടീൻ്റെ കാര്യം പറഞ്ഞു വിടുന്നുണ്ടോ? ഞാൻ സിനിമയിൽ അഭിനയിച്ച ഒരാളേ അല്ല. ഞാനിപ്പം പിന്നെ ഇന്നാൾ നല്ല നടൻ, ഇന്നാൾ നല്ല നടി എല്ലാം കണ്ടിട്ടല്ലേ പറയുന്നത്, അനുഭവം കൊണ്ടല്ലല്ലോ. നമ്മൾ ദൂരത്തുനിന്ന് നമുക്ക് അഭിനയിച്ച അനുഭവം ഇല്ലാതെ നമ്മൾ പറയുന്നില്ലേ നല്ല അഭിനയം, നമ്മൾ കണ്ട് വിലയിരുത്തുന്നു. അതുപോലെ അഖിൽമാരാർ വൈഫിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് വിലയിരുത്തിയതായിരിക്കും, അല്ലെങ്കിൽ അവർ പറഞ്ഞു കേട്ട് വിലയിരുത്തിയതായിരിക്കും. എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്ത് സാഡിസാണ് ഒരാളെ നേരെ ഇങ്ങനെ ചെളിവാരി അറിയൽ. ഞാൻ അന്ന് മുതലേ എനിക്ക് പറയണമെന്നുണ്ട്. ഇപ്പം ഞാൻ എനിക്കുണ്ടായ അനുഭവം ഞാനതിപ്പോൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള ഒരാൾ, അയാൾക്ക് 3 പെൺകുട്ടികളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ മോശമായിട്ട് ആ തെണ്ടി എന്നോട് പെരുമാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ ഇടുന്നത് എൻ്റെ അനുഭവം കൊണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർക്ക് അഭിപ്രായം പറയാം. അയ്യോ അയാൾ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അഭിപ്രായം പറയും. ചിലപ്പം നമ്മളോട് അഭിപ്രായം പറയുന്നവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം അഖിൽമാരാറും വൈഫും ഇപ്പോഴും നിലവിൽ ഹാപ്പിയാണ്. അവർ 2 ഡെലിവറി കഴിഞ്ഞ ലേഡിയാണ്. അവർ ചിലപ്പം പിന്നെ നല്ല പൊസിഷനിലാണെങ്കിൽ, നല്ല സാമ്പത്തികമെല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അന്ന് പിന്നെയും പ്രസവിക്കുമായിരിക്കും. പ്രസവിച്ച പല കുഞ്ഞുങ്ങളെ നോക്കണം എന്നില്ല, നല്ല ബോധവും അറിവും ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ഈസി ഡെലിവറി ആയിട്ടും അവരതിന് നിൽക്കാണ്ടെന്ന്. അവർക്ക് ഇപ്പോൾ കുറച്ച് നല്ല പൊസിഷനാണെങ്കിൽ ആ ലേഡി ചിലപ്പോൾ എന്നും പ്രസവിക്കും. ഈ 10, 15, 20 കൊല്ലമെല്ലാം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നുണ്ടല്ലോ. ഒരു കുട്ടിയായിട്ട് 20 കൊല്ലമെല്ലാം കഴിഞ്ഞ് പ്രസവിച്ച
എത്ര എത്ര കഥകളല്ല, റിയൽ പിന്നെ വീഡിയോസും അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂസെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇത്രമാത്രം ഒരു വ്യക്തിനെ കുറേ സ്ത്രീകളും പിന്നെ യൂട്യൂബുകാരും ഇങ്ങനെ ട്രോളാൻ മാത്രം അയാളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതേപോലെ കുളിച്ച് സമരം ചെയ്തപ്പോൾ കുറേ തെണ്ടികൾ അത് വെച്ച് പൈസയാക്കിയിട്ടുണ്ട്. ആക്കിക്കോട്ടെ, അത് അവർ അരി വാങ്ങുന്നു. അതേപോലെ അഖിൽമാരാരെ കുറിച്ച് ട്രോളിയിട്ടും വലിയ വലിയ VIPs ഗൾഫിൽ നിന്നും വിദേശത്തു നിന്നും എല്ലാം പിന്നെ എത്ര പ്രസവിച്ചു, എങ്ങനെ പ്രസവിച്ചു എന്ന് ചോദിച്ച് ഡയലോഗ് ഇളക്കുന്നുണ്ട്. അതല്ല, അവരവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. കഴിവുള്ളവരോ പിന്നെ കഴിവില്ലാത്തവരോ ലോകത്തെല്ലാവരും പല സാഹചര്യത്തിൽ പ്രസവിക്കുന്നുമുണ്ട്, മക്കളെ നോക്കുന്നുമുണ്ട്. ഒരുപാട് റഫ് ആൻഡ് ടഫ് ഏരിയയിൽ കടന്നുപോയി പ്രസവിക്കുന്നവരുണ്ട്, കുറച്ചും കൂടി ഈസി ആയിട്ട് പ്രസവിക്കുന്നവരുണ്ട്, ഇതൊന്നും പറ്റാതെ ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട്, 8-9 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരുണ്ട്. പിന്നെ എന്തും അതിൻ്റെ നമുക്ക് ദഹനം നടക്കുന്ന പോലെ നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രോസസ്സും ഒരു പ്രത്യേക സമയവും ചില പ്രോസസ്സിലേ പോകുന്ന പോലെ തന്നെ ആണ് പ്രസവം. ചിലർക്ക് പിന്നെ ചില ആഹാരം കഴിച്ചാൽ അലർജി ഉണ്ട്, ചിലർക്ക് അത് പ്രശ്നമില്ല. ചിലരുടെ പ്രസവം ഭയങ്കര റഫായിട്ട് ഭയങ്കര ഇതായിരിക്കും, പക്ഷെ അവർ 2, 3, 4 എല്ലാം പ്രസവിക്കുന്നുണ്ട്. ചിലർക്ക് ഒരു പ്രയാസവും ഇല്ലാണ്ട് ഉറക്കത്തിലെ പ്രസവിച്ചു പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയുള്ളൂ എന്ന് വെച്ച് ആ പ്രസവം ഈസിന്നോ ആ പ്രസവം റഫ് ആൻഡ് ടഫ് എന്നോ അവരനുഭവമാണത്. അവരുടെ കൂടെ അവരെ ഏറ്റവും വേണ്ടപ്പെട്ട പാർട്ട്ണറോട് പറഞ്ഞിട്ടുണ്ടാവും അവരനുഭവം എന്നാണ്. ഈസി ആണെങ്കിൽ ചിലപ്പോൾ അയാൾ സന്തോഷിക്കുന്നുണ്ടാവും, ഓ ഇത്ര ഈസി ആയിരുന്നു, കുഴപ്പമില്ല എന്ന്. അനുഭവിച്ചവർക്കേ അറിയൂ. ഇങ്ങനെ എൻ്റെ നാട്ടിൽ ഞാൻ ചെറുതാകുമ്പോൾ ഒരു ഡെലിവറിയിൽ 4 കുട്ടികളുണ്ടായിരുന്നു. 4 കുട്ടികൾ, ഫസ്റ്റ് ഒരു കുട്ടി, ടോട്ടൽ 5 കുട്ടി. ആ അനുഭവം അവർ അനുഭവിച്ചു. ഹാപ്പി കുഞ്ഞുങ്ങളുണ്ട്. 4 കുട്ടികളെയും കൊണ്ട് നല്ലോണം റിസ്ക് എടുത്തിട്ടുണ്ടാവൂലേ, വെറുതെ ആവില്ലല്ലോ. പറഞ്ഞ എല്ലാറ്റിനും അതിൻ്റെതായ ഹാപ്പി മൂഡുണ്ട്, റിസ്ക് ഉണ്ട്. ചിലപ്പോൾ വെരി റഫ് ആൻഡ് ടഫ് ആയിരിക്കും, ചിലപ്പോൾ ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും പെയിനും എല്ലാം എടുത്തിട്ടാണെങ്കിലും പിന്നീട് ഉണ്ടാവുന്നത് ഹാപ്പി ആയിരിക്കും. 10 മാസം വെയിറ്റ് ചെയ്യുന്നത് ചിലർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലർ ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്യും, ചിലർക്ക് ഭയങ്കരമായിട്ട് ഭർത്താവും ബന്ധുക്കളും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, ചിലർക്ക് ആരും ഉണ്ടാവില്ല. ചിലയാൾ എല്ലാം മറച്ചു വെച്ച് ടോയ്ലറ്റ് പ്രസവിക്കും. ചിലയാൾ പ്രസവിക്കാനായത് സ്വന്തം ഭർത്താവും കൂടി അറിയില്ല, സ്വന്തം പ്രസവിച്ച അമ്മ അറിയില്ല, 8 മാസം 9 മാസം വയറ് വന്നാലും അറിയില്ല. ചിലയാൾ തടിച്ചിട്ട് കുറച്ച് വയറ് ചാടിയ വിശേഷം ഉണ്ടോയെന്ന് ചോദിക്കും. ഇതിലൊന്നും തെറ്റില്ല. ഇപ്പം തെറ്റും കുറ്റവും മുഴുവൻ അഖിൽമാരർക്കാണ്. ഇപ്പോൾ സ്വന്തം പ്രസവിച്ച അമ്മയും സ്വന്തം വീട്ടുകാരും അറിയാതെ ചില പെൺകുട്ടികൾ ടോയ്ലറ്റിലെല്ലാം പ്രസവിക്കുന്നു, ഞെക്കിക്കൊല്ലുന്നു, ടെറസിൻ്റെ മേലെന്ന് വലിച്ചെറിയുന്നു. ചില ഭാര്യമാർ പ്രസവിച്ച ഭർത്താവ് പറയുന്നത്, കൂടെ കിടക്കുന്ന ആൾ പറയുന്നത്, പ്രസവിച്ചത് അവൾ പ്രഗ്നൻ്റാന്ന് ഞാൻ അറിയേയില്ല. അപ്പം ഇതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ലേ? അങ്ങനെയുള്ള വീഡിയോസും അങ്ങനെയുള്ള വാർത്തക്കൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പ്രസവിച്ച സ്ത്രീനെ ലൈംഗികമായ ആവശ്യത്തിന് സമീപിക്കുന്ന ഭർത്താവുണ്ടോ? 80% ഉണ്ടാവില്ല. എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് പറയാനുണ്ട്? ഞാനത് പറയുമ്പോൾ എന്ത് പറയാനുണ്ട്? എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്നെ പിന്നെ ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ അനുഭവം ഞാൻ പറയുന്നതെന്ന് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അതല്ലാന്നെങ്ങനെ നിങ്ങൾ നിഷേധിക്കുക? എൻ്റെ അനുഭവമല്ല ഞാൻ പറയുന്നു. എന്നെ കല്യാണം കഴിച്ചാൽ അങ്ങനെയായിരുന്നു, വേറൊരു X or Y അവരെ കല്യാണം കഴിച്ചാൽ അങ്ങനെയല്ല. എന്താ അങ്ങനെ എടുക്കാത്തേ?
അഖിൽമാരാറുടെ ഭാര്യയ്ക്ക് പ്രസവം ചിലപ്പോൾ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ച് റിസ്ക് എടുത്ത് പ്രസവിച്ച് അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അത് അവരെ മാനസികാവസ്ഥ. ഒരു വേണ്ടി വന്ന് എന്നും പ്രസവിക്കും, അയാൾ അതിന് സപ്പോർട്ടും ചെയ്യും. നിങ്ങൾക്ക് എന്തുണ്ടായിനി? അയാൾ ഇഷ്ടമല്ലേ? മറ്റുള്ളവരെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പ്രശസ്തി പറ്റാൻ നോക്കരുത്. അവരവരെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുക, ശരിക്കും അങ്ങനെ നോക്കുക, അതിന് ശേഷം ഇങ്ങനെ നോക്കുക. കേട്ടല്ലോ?